എന്ത് പറ്റിയടാ? എക്സിക്യൂട്ടീവ് ഇത് ഞാനേ ഇതിന്റെ മറുപടി പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണോ? ഞാൻ പറയുന്നില്ല. ഇടയ്ക്ക് ഞാൻ തേർഡ് ഇയർ പഠിക്കുമ്പോഴേ പ്രൊജക്റ്റിന് പോയിട്ട് ഫസ്റ്റ് കിട്ടിയിട്ട് ഹൈദരാബാദ് നമ്മൾ പോകാനെന്ന് ഓർക്കുന്നുണ്ടോ നീ? നീ പറ്റിച്ചിട്ട് പോയത്? ആ പോയ കോളേജാണ്. പ്ലാൻ പറ കളിയാ. എനിക്ക് ഞാൻ ആദ്യം ബസ് നോക്കണ്ട, എന്നിട്ട് പ്ലാൻ പറ. ആലോചിക്കുന്നത് ട്രെയിന് പോയാലോ. എടാ നമ്മുടെ പാർക്കിംഗ് സ്പോട്ട് പോയി. ഇവിടെ നല്ല ഒത്ത പാർക്കിംഗ് സ്പോട്ട് മരത്തിന്റെ അടിയിലാണ് നമ്മളിരിക്കുന്നത്. അതെ അല്ലേ? നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നേരെ ബസ് പിടിച്ച് തോപ്പുംപടി എത്തും. തോപ്പുംപടി ആ ബസ്സിൽ കയറാൻ പറ്റത്തില്ല. തോപ്പുംപടി നമ്മൾ ഫോർട്ട് കൊച്ചി ബസ്സിലേക്ക് പോകുന്നു, കയറി ഫോർട്ട് കൊച്ചി ഇറങ്ങും. എന്നിട്ട് അവിടുന്ന് നേരെ എവിടെ ഫോർട്ട് കൊച്ചി നടന്ന ആസ്പിൻ ബോൾ ബിനാലെ. ലോ ഫ്ലോർ. നമുക്ക് അവസാനം ലോ ഫ്ലോർ വൈറ്റിലേക്കുള്ള ബസ് കിട്ടിയിരിക്കുകയാണ്. വേറെ ബസ്സൊന്നും കിട്ടിയില്ല. അവസാനം ഇതിൽ തന്നെ കയറേണ്ടി വന്നു. വൈറ്റിലേക്ക് എന്താ നീ പറഞ്ഞ? വൈറ്റില്ല, വൈറ്റിലേക്ക്. ഓ വൈറ്റ് സാധനം. അരൂരെത്താറായി. അടുത്ത സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങാനുള്ളതാണ്. ഓടിക്ക് സായിട്ട് പറ എന്ത് ചെയ്തെന്ന്. എടാ ഇതിപ്പോ എന്ത് പറയാനാ? ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്നല്ലേ. ഇല്ല, നമ്മള് ഫോർട്ട് കൊച്ചി ബസ് കയറാന്ന് പറഞ്ഞാൽ നീ നിന്നിട്ട് ഇപ്പൊ ഏത് ബസ്സിന് കയറി നമ്മള്? ആക്ച്വലി ഗൈസ്, ഞങ്ങളാണെങ്കിൽ ഫോർട്ട് കൊച്ചിയിലേക്ക് ബസ് കിട്ടുമെന്ന് വിചാരിച്ച് അരൂര് നിന്നപ്പോൾ കിട്ടാതെ വന്നപ്പോൾ അവസാനം തോപ്പുംപടി ബസ് കയറി. തോപ്പുംപടി ഇറങ്ങിയിട്ട് അവിടുന്ന് ഇനി ഫോർട്ട് കൊച്ചി ബസ് പിടിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അറിയാൻ പാടില്ല കിട്ടും. ഓക്കെ, ഇനി തോപ്പുംപടി എത്തിയിട്ട് തോപ്പുംപടിയിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ബസ് കയറാം. ശരി. ഇതൊന്നും ഉള്ളതാണെന്ന് എനിക്കറിയാം. ഞാനിനി പറഞ്ഞു. അല്ല, നീ പറഞ്ഞ മാസ്ക് വെച്ച് പറയാം, മനസ്സിലാകത്തില്ലല്ലോ. എടാ പണ്ടുണ്ടല്ലോ, പണ്ട് ആർക്കും ഓർമ്മയില്ലാത്ത എന്തും പറയാനല്ലോ. ആലപ്പുഴന്ന് കൊച്ചിക്ക് വരുമ്പോ അരൂരിന്ന് ഈ ഇടക്കൊച്ചി കയറുന്ന ഈ പാലം ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിന് വരെ കടത്തായിരുന്നു. ആ കടത്തിൽ നമ്മൾ കയറിയിട്ട് കരം കൊടുത്ത് വേണം ആലപ്പുഴന്ന് കൊച്ചിയിലേക്ക് എത്താനായിട്ട്. അതെ, അതായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത് പണ്ടത്തെ ആണല്ലോ, പണ്ടതാണല്ലോ പൈസ, ചക്രവും അണയൊക്കെ. പിന്നെ പടക്കത്തെ വിഷുവിന് കത്തിക്കുന്ന ചക്രമല്ല, കാലം കൂടെ എടുക്കുമല്ലോ. ഏത് കുമ്പളങ്ങിയിലേക്ക് പോവാൻ? ഉപകാരപ്പെട്ടു. ഇനി നമുക്ക് നടപ്പ് തുടങ്ങാം. ഓക്കെ. ആലപ്പുഴയിൽ നിന്ന് കൊടയൊക്കെ പിടിച്ച് എടുത്തോണ്ട് വന്നിരിക്കുമോ? കൊച്ചിയിൽ പിടിച്ചോണ്ട് വരുന്നുണ്ടല്ലോ. ഞാൻ നിന്നെ ഇതിലെ കേട്ടിട്ടില്ല. ഇല്ല, പോയിട്ട് വന്നാലോ? ഇല്ല, അത് വൈപ്പിനിലേക്ക് എത്തും. പോയിന്റാണെങ്കിൽ എടുക്കണമെന്നാണ് നമ്മളെ സജി പഠിപ്പിച്ചിരിക്കുന്നത്. സജി കുടിക്കടാ.
നമ്മൾ കുറച്ച് സസ്റ്റൈനബിലിറ്റി ഇല്ലാതെ എക്സിക്യൂട്ടീവ് ഡ്രസ്സ് മുഴുവൻ നനയും. ആ പേപ്പർ സ്പ്രേടാ എന്നാലും വേണ്ട. ഒരു സ്ട്രോ വാങ്ങാല്ലേ? വേണ്ട വേണ്ട കുഴപ്പമില്ല. ഒരു ബെൽറ്റ് മേടിക്കും. പുള്ളിക്കാരൻ വന്ന് ചോദിച്ചതാ. വേണ്ട വേണ്ട പുള്ളി എല്ലാവരെങ്കിലും ചോദിക്കുന്നുണ്ട് ബെൽറ്റ്. ഇതൊന്നും സാധനം ഇങ്ങോട്ടൊന്ന് സൗണ്ട് ഉണ്ടാക്കി. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് അറിയോ? അപ്പം നീ ഇവിടെ വന്നിട്ട് എനിക്ക് നിന്നെ വിളിക്കണം. നമ്മളിങ്ങനെ അപ്പം നീ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വിളി കേട്ടു എന്ന് പറയണം. സൗണ്ട് വിളി കേട്ടു. വ്യത്യാസമില്ല? ഇല്ല, ഉണ്ട്. ഇതും വ്യത്യാസമുണ്ട്. ആ അത് ചിലപ്പോൾ ഈ ലെങ്ത്തിന് ഡിഫറൻസിൽ ചിലപ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. മാജിക് മഷ്റൂം വേണ്ട? അത് മാത്രം എനിക്ക് മനസ്സിലായി. വാഷിംഗ് മെഷീൻ തുണി നനയ്ക്കുന്ന ഇപ്പൊ എനിക്ക് ഓർമ്മ കിട്ടിയടാ ടയറൊക്കെ. എടാ അവിടെയായിരുന്നു ആ ടയർ. ആ ടയറിന്റെ അപ്പുറത്ത് ഒരു കടല് പോലത്തെ ഒരു ഹോൾ ഉണ്ടായിരുന്നില്ല, വെള്ളമൊക്കെ നിറച്ചിട്ട്. എന്താണ് ലെമൺ ടീ ചോദിച്ചത്? ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഇവിടെ ബിനാലയിൽ വന്നിരിക്കുകയാണ്. അപ്പം നിന്നെ അതിലേക്ക് എടുക്കുകയാണ്. കുത്തി കേട്ടി ശരിയാടാ. എങ്ങനെയുണ്ട്? എന്ത് ആ ഒരു റിവ്യൂ ഒക്കെ ചോദിച്ചു. ആ പറ. ഞാൻ പറ. എങ്ങനെയുണ്ട്? ബിസ്ക്കറ്റ് പോലെ ഇരിക്കും. ബിസ്ക്കറ്റോ? അതിനത്രയും ക്രിസ്മസ് ഇല്ലല്ലോ. അതിൻ്റെ എന്തിൻ്റെ ഫ്ലേവറാന്ന് ഞാൻ പറയാം. ഏതായിരുന്നു? ചീറ്റോസ് ഇല്ലേ? ചീറ്റോസിൻ്റെ അല്ലേ? അയ്യോ ചീസാണത്. അയ്യോ
ഇത് മോമോ അതോ ജങ്ക അല്ല റോറോ. ഹലോ ഹലോ എന്താണ് പറ. ഒന്നും മനസ്സിലാകാത്തതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ട് പയ്യെ എക്സിറ്റ് അടിക്കാം. അല്ല നമുക്ക് നല്ല അതെ. ഇതെടുത്ത് നമ്മൾ ഫേസ് ഡൗൺ ചെയ്ത് ഇങ്ങനെ വെക്കണം എല്ലാ ഫ്ലേവേഴ്സും അല്ലേ. ഫില്ലിംഗ് ദ ബ്ലാങ്ക് വൈറ്റ് face down. The answer to the green card can be appropriately or inappropriately found to your choice. സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ ഒരു വെള്ളക്കാരൻ എടുക്കുന്നു. വെള്ളക്കാരൻ എടുക്കുക. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഓക്കെ. ബിനാലേക്ക് പോയിട്ട് മിസ്റ്റർ ഹരിയേട്ടനുമായിട്ട് തിരിച്ചു പോവാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെയധികം ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഐഡിയാസും ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷെ ഒന്നും പറ്റില്ല. അതെ, തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. കണ്ടില്ലേ, കുടയൊക്കെ പിടിച്ച്. ഹരിയേട്ടൻ എപ്പോഴും കാലൻ ഓട വേണോ ഡ്രിങ്ക്സ്? ആ മൂത്ത കരിക്ക് തന്നെ നമുക്ക് കുടിച്ചാലോ? കുടിക്കാം. കിളിയൻസോ? ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ടല്ലേ എന്തിനു? സ്കിന്നൊക്കെ. തനി മലയാളി അതാ ജയിക്കുമ്പോൾ കിട്ടുന്ന കാരണം. എന്താ നീ തന്നെ പിടിക്കണം, തുറന്ന് കാണിക്കാം. നല്ല ഞാൻ ഇത് ആദ്യം വായിച്ച് പഠിക്കട്ടെ. മനസ്സിലായി, ഞാൻ ഡാഷാണ്. സുന്ദരി, നീ സുന്ദരി. ആ ബാക്കി അടുത്ത पीने के लिए डैश का पानी चाहिए. हिंदी പപ്പടം പപ്പയുടെ സ്വന്തം.
നിലവിലുള്ള രാത്രിയിൽ ഡാഷ് ചെയ്യണം. നിലാവുള്ള നിലാവുള്ള എന്താണ് ഞാൻ മലയാളം വായിക്കാനായിട്ട് പറഞ്ഞു ബുദ്ധിമുട്ട്. ജോണി മോനെ ജോണി, യു ആർ മൈ ഡാഷ് മണി. ജോണി മോനെ ജോണി. We can dash on the beach with sunny way. Dash കണ്ടു പണ്ടേ രാത്രി പകലും ഇല്ലാതെ ആൾമാറാട്ടത്തിൻ്റെ ചുവട്ടിൽ പതിനാല് നിലയുണ്ടെന്നാണോ പറയുന്നത് അതിൻ്റെ ഫുള്ളും കൂടെ ഹൈറ്റ് താഴത്തേക്കും മുകളിലേക്കും യൂസ് ചെയ്യുമ്പോഴേ കുറച്ചൊന്ന് വലുതാവും. എല്ലാം ഒരുപോലെ വലുപ്പമല്ല വലുതാവും, ഒരുപോലെ വലുത് ചളികെട്ടുണ്ടാവും. ടാസ്കിൻ്റെ കാര്യം പറ. ഒരു സെക്കൻഡ് എനിക്ക് ഫോണൊന്ന് ഫിനിഷ് ചെയ്താലേ. ഇവിടെ ഭയങ്കര ടാസ്ക് ഇതേ കാണിച്ചു തരാം. എക്സ്പ്ലെയിൻ ചെയ്തത് നീ ആ ഫ്രണ്ട് ഡോറിൽ നിന്ന് ഈ ബീൻ ബാഗും പിടിച്ചോണ്ട് വന്ന മരം ഒന്ന് കാണണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇത് തലയിൽ വെച്ചോണ്ടാണല്ലോ വരുന്നത്. അപ്പം നിന്റെ ഫ്രണ്ടിൽ വലിയൊരു ബോൾ ഇരിക്കുക. പിന്നെ നിന്റെ രണ്ട് കാല് കറുത്ത പാൻറ്റിട്ട് രണ്ട് കാല് മാത്രം ഫ്രണ്ട് കിടക്കുക. അതിൻ്റെ ഫ്രണ്ടിൽ ബോൾ ഇങ്ങനെ നടന്നു വരാം. എനിക്ക് പറ്റുന്നില്ലായിരുന്നു. എന്ത് ശ്വാസം മുട്ടിട്ട് അല്ല പൊക്കിയെടുക്കാൻ ഈ കൈവരി എന്നെ പുറകോട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓ എന്തായാലും